ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ്. ഈ നോമ്പിനൊക്കെ ഇഫ്താറിനൊക്കെ ആക്കാൻ പറ്റിയ എളുപ്പത്തിലാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക്, പഫ്സ് പോലെ ഉള്ള ഒരു സ്നാക്കാണിത്. നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൽ ഇഫ്താർ സ്നാക്സ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം 2.5 കപ്പ് ഫ്ലവർ എടുക്കുക, മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗീയും ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കണം. നമ്മൾ ഈ പഫ്സിൻ്റെ തൊലി പോലെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ട് കുറച്ചായിട്ടുള്ള വെള്ളം, 1/4 കപ്പ് വെള്ളവും ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കുമ്പം കുറച്ച് മാത്രം വെള്ളം ചേർക്കാം. ഫുള്ളായിട്ട് ചേർത്താൽ നമ്മളെ ഡോ മിക്സ് ആക്കിയിട്ട് വരുമ്പോൾ ഒരു കട്ടിയുള്ള ഡോ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് സോഫ്റ്റ് കുറച്ച് ടൈറ്റായിട്ടുള്ള ഡോ ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് എന്നിട്ട് ഒരു 1/2-3/4 മണിക്കൂർ കവർ ചെയ്ത് വെക്കാം. നമ്മൾ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്ക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം മൂപ്പിക്കാം. ഇതിൻ്റെ കളർ മാറുന്ന വരെയാണ് ഇത് സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ 2 ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 ഉള്ളി ചെറുങ്ങനായിട്ട് മുറിച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. ഇതിൻ്റെ കളർ ജസ്റ്റ് മാറുന്ന വരെ മീഡിയം ലോ ഹീറ്റിൽ വേണ്ടിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന് കുറച്ചൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മസാലപ്പൊടിയെല്ലാം ഇപ്പോഴാണ് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ മസാലപ്പൊടി റെഡ് ചില്ലി പൊടിയും ഗരം മസാല, റെഡ് ചില്ലി ഫ്ലേക്സും ബാക്കിയുള്ള മസാലയെല്ലാം ചേർത്തിട്ടാണ് ഇത് ഇടുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ലാസ്റ്റ് ഉപ്പ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് കൂടെ തന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ സ്ക്വയറായിട്ട് മുറിച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടൈമേ മാത്രം ഇത് കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. നല്ലോണം മിക്സാക്കി കഴിഞ്ഞിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇത് കവർ ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ സമയം നല്ല ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. മസാല ഒക്കെ നല്ല നിങ്ങൾ ടേസ്റ്റ് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ അല്പം ചേർക്കാം, കുറച്ച് മാത്രം. എന്നിട്ട് നമ്മൾ 250 ഗ്രാമിൻ്റെ അത്ര കുക്കാക്കിയ ചിക്കനാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. ചിക്കന് കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഉപ്പുമുളക് ഇട്ടിട്ട് പൊരിച്ചിട്ട് ചിക്കി എടുത്തതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് 3 മുട്ട ബോയിൽ ചെയ്തതാണ് ഇവിടെ മുറിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാലയിലെല്ലാം മിക്സാക്കി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ജസ്റ്റ് നിങ്ങൾ ഉപ്പ് കൺസിസ്റ്റൻസി ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പം കുരുമുളക് അധികം ഇടണമെങ്കിൽ, അധികം എരിവ് വേണമെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ മസാല റെഡി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡോ എടുത്തിട്ട് ഇങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളെ കയ്യിൻ്റെ ഇങ്ങനെ ഈ ഒരു വണ്ണത്തിലാണ് വേണ്ടത്. ജസ്റ്റ് കുഞ്ഞ് ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ബോൾസൊക്കെ എടുത്തിട്ടാണ് ഓരോന്ന് എടുത്ത് മാറ്റി വെക്കാം. ഒരു ബോൾ എടുത്തിട്ട് ഇങ്ങനെ പരത്തി വെക്കാം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വരെ നേർങ്ങനായിട്ട് കനം കുറഞ്ഞിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മസാല ഇടുമ്പം പൊട്ടിപ്പോകാണ്ടിരിക്കാനും നോക്കണം. നന്ന് നേർങ്ങനാക്കിയാൽ നമ്മൾ മസാല പുറത്തേക്ക് വരും. അപ്പം മസാല ഹെവി അല്ലേ, ഒരു മുട്ടയും കോഴിയൊക്കെ ഇല്ല മസാല ആയതുകൊണ്ട് നമ്മൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയിലും, നന്ന കട്ടിയല്ല നന്ന നീർങ്ങനല്ല, ഈ ഒരു രൂപത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ പൊടി അധികം ഇടണ്ട. കാരണം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എണ്ണയിൽ പൊടി വീണാൽ അത് മോശമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇത് പരത്തി വെച്ചിട്ട് നടുക്ക് ഇങ്ങനെ ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ അത്ര മസാലപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. നടുക്ക് സെൻറ്ററാക്കിയിട്ട് വേണം ഇത് ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മൾ ഈ ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കാണുന്ന പോലെ ഒരു ഭാഗം ആദ്യം ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ കവർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ മസാല പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളെ ഫ്ലവർ മിക്സ് ഉണ്ടല്ലോ, പൊടിയും വെള്ളം കൂടി ചേർത്തിട്ടുള്ള പേസ്റ്റ്, അതിങ്ങനെ പേസ്റ്റാക്കി കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേർക്ക് നല്ല സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ശരിക്കും പഫ്സ് കഴിക്കുന്ന പോലെ ഇല്ല ഒരു സ്നാക്കാണ് ഇത്. എന്നിട്ട് നല്ല ഇതേപോലെ മടക്കുക. എന്നിട്ട് നമ്മൾ മടക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കുക. ഇത് നല്ലോണം പേസ്റ്റാക്കി കൊടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ മേലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് മറ്റേ സൈഡിലും ഇതേപോലെ ചെയ്യുക. ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നാൽ പിന്നെ നന്ന കട്ടിയാവില്ല. നമ്മൾ പൊരിച്ചെടുക്കുമ്പം ഉള്ളിൽ പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ അപ്പുറം ഇപ്പുറം ആയിട്ട് ഇങ്ങനെ നല്ല സീൽ ചെയ്തിട്ട് വേണം നമ്മൾ സ്നാക്ക് ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാ ബോൾസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ
ഈ ഫില്ലിങ് പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചില സമയത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ സ്നാക്കൊക്കെ ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ചൂടാക്കി എണ്ണയിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. കുറച്ച് സമയം എടുക്കും. മെല്ലനെ ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. സ്പീഡിലാക്കിയാൽ ഉള്ളിൽ തീരെ വെന്ത് വരില്ല. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ മെല്ലെ ഒരു ടൈം എടുത്തിട്ട് വേണം ഈ സ്നാക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി സ്നാക്കാണ്. മുട്ടയും ചിക്കനൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. ഉപ്പ് കൺസിസ്റ്റൻസി മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്തൊക്കെ ഈ നോമ്പിന് എല്ലാവരും ഈ സ്നാക്ക് ട്രൈ ചെയ്യുമ്പം നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം നിങ്ങളെ മസാലപ്പൊടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്ത റെസിപ്പി വരുന്നവരെ ബൈ.